യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. വെളിപ്പാട് പുസ്തകം എഴുതിയ കാലം, അതിൻ്റെ പശ്ചാത്തലം, അതിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. വെളിപ്പാട് പുസ്തകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിൽ നീ കണ്ടത് തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രൻ്റെ അനുഗ്രഹീതമായ വെളിപ്പാട്. രണ്ടാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലും നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇപ്പോഴുള്ളത്, അതായത് 2 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകൾക്കുള്ള പ്രത്യേകമായ ദൂതാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 4-ാമത്തെ അധ്യായം മുതൽ 22-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അങ്ങനെ 3 ഭാഗമായിട്ട് ഈ വെളിപ്പാട് പുസ്തകത്തെ തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകമായ ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ നമ്മൾ ഈ കണ്ട വേദവാക്യം, ഈ പ്രവചനത്തിൻ്റെ വാക്യങ്ങൾ വായിക്കുന്നവർ, അത് കേൾക്കുന്നവർ, അത് പ്രമാണിക്കുന്നവർ, അവർ ഭാഗ്യവാന്മാരെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവവചനത്തെ വിശുദ്ധ ബൈബിളിൽ പല നിലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവവചനം എന്ന് പറയുന്നത് മായമില്ലാത്ത പാലാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന മായമില്ലാത്ത പാല്. യിരെമ്യാ പ്രവാചകൻ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ദൈവവചനമെന്ന് പറയുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ ആ കാര്യത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന കാര്യം, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതേ യിരെമ്യാവ് തന്നെ പറയുന്നു, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ താൻ തന്നെ പറയുന്ന ഒരു കാര്യം, ദൈവവചനം എന്ന് പറയുന്ന അത് ഭക്ഷണമാണ്. അത് നമ്മുടെ ആത്മീയ ആരോഗ്യത്തിന് ഉതകുന്നതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട്. അതാണ് ദൈവവചനത്തിൽ വായിക്കുന്നു, ആ വായിക്കുന്നവൻ, അത് കേൾക്കുന്നവർ, അത് പ്രമാണിക്കുന്നവർ, അവർ ഭാഗ്യവാന്മാരാണ്. ദൈവവചനത്തെക്കുറിച്ച് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് ശക്തമായ ദൈവത്തിൻ്റെ വചനമാണ്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ,
ദൈവം തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമുക്ക് രോഗത്തിനുള്ളതായി വിടുതൽ ലഭിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സത്യത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിന് ദൈവത്തിൻ്റെ വചനം വളരെ അത്യാവശ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരിക്കൽ പത്രോസ് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട വേദഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, അത് പ്രമാണിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ടാണ് ഈ 3-ാമത്തെ വാക്യത്തിൽ ദൈവവചനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ആധികാരികമായി ആ കാര്യം പറയുവാനിടയായി തീർന്നത്. ഇനിയും നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ദൈവമക്കൾക്ക് 7 വിധത്തിലുള്ള ഭാഗ്യകരമായ അനുഭവത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഈ വചനം വായിക്കുന്നവർ, കേൾക്കുന്നവർ, പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. 2-ാമത്തെ നമ്മൾ വായിക്കുന്നു 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാണ്. അത് നമ്മുടെ ജീവിതത്തിലൊരു ഭാഗ്യവർണ്ണനയാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അടുത്തത് നമ്മൾ 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. ഇനി മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് 22-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ഈ വചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇനി അടുത്തത് 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്തത് 22-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ പ്രധാനപ്പെട്ട 7 ഭാഗ്യവർണ്ണനകൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ഇനി തുടർന്ന് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു. അവിടെ വായിക്കുന്നു, തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രനായ യേശു. എന്താണ് നീ കണ്ടിട്ടുള്ള ആ വലിയ ദർശനം? തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രനെ കുറിച്ചുള്ള അനുഗ്രഹീതമായ വെളിപ്പാട്. എന്താണ് തനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞ കാര്യം? ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിവിധ നിലകളിൽ തനിക്ക് ദർശിക്കുവാനായിട്ട് കഴിഞ്ഞു. ഒന്നാമത് നമ്മൾ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് 11-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. അപ്പോൾ യോഹന്നാൻ ഈ വലിയ ശബ്ദം കേട്ടു. അതിനുശേഷം ദൈവം തന്നോട് അരുളി ചെയ്തത്, അവൻ എഴുതുവാൻ തുടങ്ങി. അവൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്,
അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. ആ വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ എന്നുള്ള ആ ദർശനം യോഹന്നാൻ ലഭിക്കുവാനിടയായിത്തീർന്നു. എന്താണ് ആ യേശു ക്രിസ്തുവിൻ്റെ ആ ദർശനത്തിൽ അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വേറൊരു ദർശനം നമുക്ക് കാണാൻ കഴിയുന്നത് ദാനിയേൽ പ്രവചനത്തിലാണ്. ദാനിയേൽ പ്രവചനം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. ഇവിടെ വയോധികനായ ഒരുവനെ കുറിച്ച് അവിടെ വായിക്കുന്നു. മലയാളത്തിൽ വായിക്കുമ്പോൾ വയോധികനായ ഒരു പുരുഷനെ കുറിച്ച് അവിടെ വായിക്കുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ ഏൻഷ്യൻസ് ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്ക് പൂർവനായവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ അവൻ നിത്യനായ ദൈവമാണ്. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്, നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദിയായും ശാശ്വതമായും അവൻ നമ്മുടെ ദൈവമാണ്. അപ്പോൾ ഈ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ നിത്യനായ ദൈവമാണ്, അവൻ മാറ്റമില്ലാത്തവനായ ദൈവമാണ്. അതുകൊണ്ട് അവന് ദിവസങ്ങൾക്ക് പൂർവികനായിരിക്കുന്നവനാണ്. അവൻ തലമുറ തലമുറയായി നമുക്ക് സങ്കേതമായി നമുക്ക് ബലമായിരിക്കുന്ന ആ നല്ലവനായ കർത്താവിൻ്റെ ദർശനമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇനി ഒന്നുകൂടെ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, അതിന് മറ്റൊരു കാര്യം കൂടെ ആ യേശുവിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമായ നമ്മുടെ കർത്താവ്, മാറ്റമില്ലാത്തവനായ നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ ദർശനത്തെക്കുറിച്ചാണ് ഈ 1-ാം അധ്യായത്തിൽ അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ എന്ന് പറയുവാൻ കാരണം അവൻ നിത്യനായ ദൈവമാണ്. രണ്ടാമത് നമ്മളിവിടെ വായിക്കുന്നത് അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത് എന്ന് നാം വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണുകൊണ്ട് അവൻ നോക്കുമ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, എല്ലാം അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള കാര്യങ്ങളെല്ലാം അതുപോലെ അറിയുന്നവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത് എന്ന് നാം വായിക്കും. അതുപോലെ തന്നെ ആ ഭാഗത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നു പേർ, അവന് നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിരിക്കുന്ന ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ ഈ വേദവാക്യത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വിശ്വസ്തനും സത്യവാനുമാണ്, അവൻ നീതിയോട് വിധിക്കുന്നവനാണ്. എന്നാൽ അവൻ്റെ കണ്ണ്
അവിടെ നമ്മൾ വായിക്കുന്നത് അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണ്. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ മുഴുവനുമായി അറിയുന്നവൻ, ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തു. അത് അവൻ്റെ കണ്ണിനെ കുറിച്ചുള്ള പ്രത്യേകത, അഗ്നിജ്വാലയ്ക്കൊത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അടുത്തത് നമ്മൾ വായിക്കുന്നു, അവൻ്റെ കാല് വെള്ളോടിന് സദൃശമായിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ കാല് വെള്ളോടിന് സദൃശമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നല്ലതുപോലെ ശുദ്ധി ചെയ്ത് യാതൊരു വിധമായ മാലിന്യവും ഇല്ലാതിരിക്കുന്ന വെള്ളോടിനെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ആരാണെന്നറിയാമോ? അവൻ വിശുദ്ധനായ കർത്താവാണ്. അവനിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് അവനെ പരിശോധിക്കുവാൻ അന്നാവിൻ്റെയും കയ്യാഫാവിൻ്റെയും പീലാത്തോസിൻ്റെയും അടുത്തൊക്കെ യേശുവിനെ വിട്ടെങ്കിലും അവർക്കെല്ലാം പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? അതുകൊണ്ട് പാപമില്ലാത്തവനായ കർത്താവായ യേശു ക്രിസ്തു, അവൻ നീതിമാനായ കർത്താവായ യേശു ക്രിസ്തു, അവൻ വിശ്വസ്തനായ കർത്താവ്. ആകിയാൽ ഇവിടെ നമ്മൾ കർത്താവായ യേശുവിൻ്റെ ആ കാലിനെ കുറിച്ച് നാം വായിക്കുന്നത് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും അവനിങ്ങനെ വായിക്കുന്നു, ഞാൻ ഹിദ്ദേക്കൽ എന്ന മഹാനദിയുടെ തീരത്ത് ഇരിക്കുകയിൽ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊപ്പാത്തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും അവൻ്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിൻ്റെ ആരവം പോലെയും ആയിരുന്നു. ഇവിടെ വായിക്കുന്നു, അവൻ്റെ കണ്ണ് തീപ്പന്തം പോലെ ആയിരുന്നു. അതുകൊണ്ട് അവൻ്റെ കാല് കുറിച്ച് അവിടെ വായിക്കുന്നു, അത് അവൻ്റെ ആ പുരുഷനെ കണ്ടപ്പോൾ അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും അവൻ്റെ കാല് മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ ആ യേശുവിനെ കുറിച്ച് കണ്ടിരിക്കുന്നത് അവൻ നിർമ്മലനായ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെയായിരുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതായിരുന്നു. അവൻ്റെ കാല് വെള്ളോടിന് സദൃശമായിരുന്നു. അടുത്ത് നമ്മൾ വായിക്കുന്നത് അതേ ഭാഗത്ത് തന്നെ 1:15 വായിക്കുന്നു, അവൻ്റെ ശബ്ദം. അപ്പോ ആ യേശുവിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിലയിലുള്ളതാണ്. അതായത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 29-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്. പഴയ നിയമത്തിൽ യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മേൽ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ നടുക്കുന്നു. അങ്ങനെ യഹോവയുടെ ശബ്ദം ഏറ്റവും വലിയ ശബ്ദമാണ്. ആ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെ കേൾക്കുന്ന ശബ്ദമാണ്. എന്നാൽ ഈ ശബ്ദത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭത്തിൽ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. താൻ ഏറ്റവും സ്നേഹിച്ച ലാസർ അവൻ മരിച്ചു, എന്നാൽ അവൻ അടക്കപ്പെട്ടു. യേശു ക്രിസ്തു ആ ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് അവൻ പറഞ്ഞപ്പോൾ തന്നെ മരിച്ച് 4 നാളായി നാറ്റം വച്ചവനായ ലാസർ ജീവൻ പ്രാപിച്ച് വെളിയെ വന്നു. അങ്ങനെയാണെങ്കിൽ ആ യേശുവിൻ്റെ ശബ്ദത്തിന്
മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആ ഭാഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു വലിയ ശബ്ദം ഇനിയും ദൈവമക്കൾ കേൾക്കാൻ പോകുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. ദൈവമക്കളെ, ആ യേശുവിന്റെ ശബ്ദം ഏറ്റവും വലിയ ശബ്ദമാണ്. അത് മഹിമയോടെ മുഴങ്ങുന്ന ശബ്ദമാണ്. അത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശബ്ദമാണ്. വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്തുന്ന ശബ്ദമാണ്. ആ വലിയ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയം സമാഗതമായിരിക്കുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവന്റെ ശബ്ദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അവന്റെ മുഖത്തിന്റെ പ്രകാശമെന്ന് പറയുന്നത് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അവന്റെ മുഖം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി മറുരൂപമലയിൽ ചെന്നപ്പോൾ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടപ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അങ്ങനെയാണെങ്കിൽ അതേ തേജോമയനായ കർത്താവ് അവൻ നമുക്ക് വേണ്ടി വരുന്നു. അതുകൊണ്ട് ആ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ വെളിപ്പാടാണ് ഇതുവരെ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞത്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.